In this video, we are going to study what is environmental analysis. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള എൻവയൺമെന്റ്സ് ഉണ്ട്. ആ എൻവയൺമെന്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എല്ലാം ഒരു ഓർഗനൈസേഷനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ മനസ്സിലാക്കി ആ ഫാക്ടേഴ്സിനെ നന്നായിട്ട് അനലൈസ് ചെയ്ത് ആ ഫാക്ടേഴ്സ് കാരണം ഓർഗനൈസേഷന് എന്തൊക്കെ ത്രെഡ്സ് ആണ് വരുന്നത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ആ ഫാക്ടേഴ്സ് കൊണ്ടുവരുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് സ്ട്രാറ്റജീസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻവയൺമെന്റൽ അനാലിസിസ് നടത്തുന്നത്. എൻവയൺമെന്റൽ അനാലിസിസിനെ നമുക്ക് എൻവയൺമെന്റൽ സ്കാനിംഗ് എന്നും പറയാം. ഒരു ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആ ഓർഗനൈസേഷന് ഓപ്പർച്യൂണിറ്റീസ് ആണോ അതോ ത്രെട്ട് ആണോ കൊണ്ടുവരുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ആ എൻവയൺമെന്റിന്റെ നേച്ചറിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. എൻവയൺമെന്റിന്റെ നേച്ചർ കോംപ്ലക്സ് ആവാം, വേരിയബിൾ ആകാം. കോംപ്ലക്സ് മീൻസ് ദി heterogeneity in the factors. Heterogeneity means variety of activities in the environment affecting the organization. Environmental factors ഒരുപാടുണ്ട്. ആ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് എങ്കിൽ നമുക്ക് എൻവയൺമെന്റ് കോംപ്ലക്സ് ആണെന്ന് പറയാം. വളരെ കുറച്ച് ഫാക്ടേഴ്സ് എൻവയൺമെന്റിലുള്ളത് ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നു എങ്കിൽ സിമ്പിൾ എൻവയൺമെന്റ് ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് ഈ ഫാക്ടേഴ്സിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയാകുമല്ലോ. പക്ഷേ എൻവയൺമെന്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഓർഗനൈസേഷനെ ബാധിക്കുന്നതായിട്ടുണ്ടെങ്കിൽ, വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, ഈ ഫാക്ടേഴ്സിൽ പലതും ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആകാം, ചിലത് ഡിപെൻഡന്റ് ആകാം, ചിലത് വളരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലത് വളരെ കുറഞ്ഞ രീതിയിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഇൻഫ്ലുവൻസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോഴാണ് എൻവയൺമെന്റ് കോംപ്ലക്സ് ആണെന്ന് പറയുന്നത്. എ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഹാസ് ടു ബി കളക്റ്റഡ് ടു സ്റ്റഡി അബൌട്ട് എൻ എൻവയൺമെന്റ് ഇഫ് ദ എൻവയൺമെന്റ് ഈസ് കോംപ്ലക്സ് ഇൻ നേച്ചർ. ഇനി സെക്കൻഡ് നേച്ചർ എന്ന് പറഞ്ഞത് വേരിയബിലിറ്റി ആണ്. വേരിയബിലിറ്റി മീൻസ് ചേഞ്ചസ് ഇൻ ദി എൻവയൺമെന്റ്. എൻവയൺമെന്റ് നമുക്കറിയാമല്ലോ ഡൈനാമിക് ആണ്, ചേഞ്ചസ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് ഈ ചേഞ്ച് ചിലപ്പോ വലിയ ചേഞ്ച് ആകാം, ചെറിയ ചേഞ്ച് ആകാം. ലോ റേറ്റ് ചേഞ്ച് ആൻഡ് ഹൈ റേറ്റ് ഓഫ് ചേഞ്ച്. ലോ റേറ്റ് ഓഫ് ചേഞ്ചും ഹൈ റേറ്റ് ഓഫ് ചേഞ്ചും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യാം. ലോ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ എഫക്റ്റേ പലപ്പോഴും ഓർഗനൈസേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ചേഞ്ച് റേറ്റ് ഹൈ ആണെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതേപോലെ തന്നെ സ്റ്റേബിൾ ചേഞ്ചസ് ഉണ്ടാകും, അൺസ്റ്റേബിൾ ചേഞ്ചസ് ഉണ്ടാകും. അപ്പൊ ലോ സ്റ്റേബിൾ ചേഞ്ച് ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, കാരണം സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ചേഞ്ചസ് ആകുമല്ലോ. ദാറ്റ് മീൻസ് most of the important factors influencing a situation are changing predictably in value. അത് സ്റ്റേബിൾ ചേഞ്ച് ആണ്. അത് തന്നെ ലോ റേറ്റിലാണെങ്കിൽ അത് എൻവയൺമെന്റിന് വളരെയധികം സിമ്പിൾ ആക്കുന്നു. ലോ സ്റ്റേബിൾ ചേഞ്ച്. ഹൈ സ്റ്റേബിൾ ചേഞ്ച് ആണെങ്കിലും ഹൈ റേറ്റിൽ എഫക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ചേഞ്ച് സ്റ്റേബിൾ ആണ്. ഇനി പ്രയാസം ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ചേഞ്ചസ് ആണ്. സ്റ്റെബിലിറ്റി ഇല്ല, ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ലൈക്ക് ആൻ അൺസ്റ്റേബിൾ എറാറ്റിക് മാനർ. അപ്പോ അൺസ്റ്റേബിൾ ചേഞ്ചിലും ലോ റേറ്റിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ കഴിയും. ഹൈ റേറ്റ് ഓഫ് അൺസ്റ്റേബിൾ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എൻവയൺമെന്റ് വളരെയധികം വേരിയബിൾ ആണ്, വളരെയധികം ചേഞ്ചസ് വരുന്ന എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് എങ്കിൽ ഓർഗനൈസേഷൻ വളരെ നല്ല രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നല്ലൊരു എൻവയൺമെന്റൽ അനാലിസിസ് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്ന എൻവയൺമെന്റൽ ഫാക്ടേഴ്സിനെ നമുക്ക് 6 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബ്രോഡ്ലി വി ക്യാൻ ക്ലാസിഫൈ ദം ആസ് 6. ഫസ്റ്റ് വൺ ഈസ് economic environment or the economic factors in the environment like economic system, national income and its distribution, monetary policy, fiscal policy, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ഒരു എക്കണോമിക് സിസ്റ്റം ബിസിനസ് സെക്ടറിനെ എത്രത്തോളം അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, and what is the stage of economic growth in the country, what is the rate of growth, what is the level of income, national as well as per capita income, what are the incidence of tax, both direct and indirect,
and what are the infrastructural facilities available, and are the critical raw materials and components available, and at what cost, ഏതൊക്കെ കോസ്റ്റിലാണ് raw materials available ആയിട്ടുള്ളത്, what are the sources of financial resources, അതിന്റെയൊക്കെ കോസ്റ്റുകൾ എങ്ങനെയാണ്, adequate ആയിട്ട് മാൻ പവർ ഉണ്ടോ, അവൈലബിൾ ആണോ, അതിന്റെ സാലറി വേജ് സ്ട്രക്ചർ, ഇതെല്ലാം അടങ്ങുന്നതാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. And then comes the socio-cultural factors. That means the attitudes, beliefs, desires, expectations, education and customs of the society at a given point of time. ഇതൊക്കെ അടങ്ങുന്നതാണ് സോഷ്യോ കൾച്ചറൽ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഓഫ് ദി സൊസൈറ്റി, ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സൊസൈറ്റി ടുവേർഡ്സ് ബിസിനസ്, വ്യൂസ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് വർക്ക്, then views towards authority structure, responsibility and organizational positions, views towards customs, traditions, conventions, ഇതെല്ലാം സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാം ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. And then coming to the political and legal factors, the political process, political organizations, political parties and their ideologies, political stability, extent of bureaucratic delays and red tapeism, അതുപോലെ തന്നെ ഡിഫൻസ് ആൻഡ് ഫോറിൻ പോളിസീസ് like defense expenditure, maintenance of external relationships with other countries, defining the most favored countries from business point of view, then legal rules, their formulation, implementation, ഇതൊക്കെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് ആണ്. എൻവയൺമെന്റിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. Then comes the technological factors. That is, what is the rate of changes in the technology? Technological environment എന്ന് പറയുമ്പോൾ some total of the knowledge providing ways to do things. എങ്ങനെ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലുള്ള വർക്കുകൾ നടത്താം, അത് ടെക്നോളജിക്കലി എങ്ങനെ ചെയ്യാം, ടെക്നിക്കൽ എക്വിപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം, and what is the level of technological development in the country as a whole and specifically for certain business sectors. What is the pace of technological change? അതിന്റെ സ്പീഡ് എന്താണ് ആ ചേഞ്ചിന്റെ, and what is the technological obsolescence rate? ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി ഒബ്സലീറ്റ് ആകും ചിലപ്പോ, അത് എന്താണ് അതിന്റെ സ്ഥിതി ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം for a particular organization. And what are the sources from which technology can be acquired, what are the restrictions and facilities for the technology transfer, and regarding the time taken for the absorption of technology, ഇതെല്ലാം ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. Then demographic factors like age, sex, education, religion, then family status, occupation, ഇതൊക്കെ പോപ്പുലേഷന്റെ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആ ഒരു കൺട്രിയിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ സ്കോപ്പ് കൂടുതലാണ്, കുറയുകയാണെങ്കിൽ സ്കോപ്പ് കുറയും. അങ്ങനെ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് എത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യുന്നു നോക്കണം. ഇപ്പൊ നമ്മള് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ്, ഫീമെയിലിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയിലെ സെക്സ് റേഷ്യോ, മെയിൽ ഫീമെയിൽ റേഷ്യോ, ഫീമെയിൽ മെമ്പേഴ്സ് കൂടുതലുള്ള നേഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് കസ്റ്റമേഴ്സ് കൂടുതലായിരിക്കും, പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് കൂടുതലാണ്. അങ്ങനെ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സും ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. And then comes the international environment. പല കമ്പനികളും ഇന്റർനാഷണൽ ആയിട്ടാണ് ബിസിനസ് ചെയ്യാറുള്ളത്. That means they have got trade relations with rest of the world. And the international environment consists of all those factors: economic, political, legal, technological and socio-cultural, that of the different countries. ഇന്റർനാഷണൽ എൻവയൺമെന്റ് ആകുമ്പോൾ നമുക്ക് ഒരു കൺട്രിയിലെ മാത്രം എക്കണോമിക്കലും പൊളിറ്റിക്കലും സോഷ്യോ കൾച്ചറലും ടെക്നോളജിക്കലും ചേഞ്ചസ് എടുത്താൽ പഠനം പൂർണ്ണമാവില്ലല്ലോ. അപ്പോൾ ആ കമ്പനിക്ക് ട്രേഡ് റിലേഷൻസ് ഉള്ള എല്ലാ കൺട്രിയിലെയും ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് അതിലേക്ക് വരും. What are the comparative cost advantage to the MNCs through technological development? What are the attitudes of the exporting nations and companies? Then what is the degree of the subsidies and incentives, both financial and non-financial? And are these countries favorable to the exporting and importing? What are the tariff structures relevant to the export from a country? What are the attitude of people of importing countries about the particular goods or services? ഇതെല്ലാം അടങ്ങുന്നതാണ് ഇന്റർനാഷണൽ ഫാക്ടേഴ്സ്. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഒരു എൻവയൺമെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചും ഇതിൽ ഓരോ ഫാക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇനി ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ ഫാക്ടേഴ്സിന് ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി
എന്നത് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കാം. ദാറ്റ് ഈസ് വേരിയബിൾസ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതിന് അഫക്ട് ചെയ്യുന്ന വേരിയബിൾസ്. ഫസ്റ്റ് വൺ ഇസ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഓർഗനൈസേഷന് സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൊഡക്ട്സിലാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് വളരെ കുറച്ച് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ മാത്രമേ കമ്പാരിറ്റീവ്ലി കളക്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. വലിയ ഓർഗനൈസേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ഇൻഫർമേഷനെ അവർക്ക് കളക്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. ആൻഡ് ദെൻ കമ്മിങ് ടു ദി സൈസ് ആൻഡ് പവർ ഓഫ് ദി ഓർഗനൈസേഷൻ. ലാർജ് ഓർഗനൈസേഷൻസ് ആകുമ്പോൾ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുണ്ടായിരിക്കും. ദ മോർ പവർഫുൾ ദ ഓർഗനൈസേഷൻ in relation to its competitors, less is the need for competitive information. നമ്മളാണ് ആ മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജോട് കൂടി നിൽക്കുന്ന ഫേം എങ്കിൽ മറ്റുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോമ്പറ്റീറ്റീവ് ഇൻഫർമേഷൻ ലെസ് ആയിട്ട് കളക്ട് ചെയ്താൽ മതിയാകും. Lesser dependence on a few suppliers or government implies that organization will need lesser information. നമുക്ക് കുറച്ച് സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ സൈസും ഓർഗനൈസേഷന്റെ പവറും അനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷന്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറയ്ക്കുമൊക്കെ ചെയ്യേണ്ടി വരും. ദെൻ ഏജ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലെസ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്താൽ മതിയായിരിക്കും. കാരണം എക്സ്പീരിയൻസ്ഡ് മാനേജേഴ്സ് മേ ബി ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് വാട്ട് ഇസ് റെലവെന്റ് ഓർ ഇറെലവെന്റ് ഫോർ ദി ഓർഗനൈസേഷൻ. പുതിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും. കാരണം അവര് ഈ ഒരു ഫീൽഡിൽ പുതിയതാണല്ലോ. സോ ദേ നീഡ് ടു സ്റ്റഡി മോർ. And then coming to the geographic dimension of the organization, wider ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ if their market is wide, they need more information regarding the environment. കാരണം അവരുടെ എൻവയോൺമെന്റ് സ്പ്രെഡ് ആയി കിടക്കുകയാണ്. ഒരു ഭാഗത്തുള്ള ചേഞ്ച് ആയിരിക്കില്ല മറ്റേ ഭാഗത്ത് ഇവർ. അപ്പൊ എല്ലാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ കുറിച്ചും എല്ലാ ഏരിയയെ കുറിച്ചും പഠിച്ചു വരുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ അവർക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. Now coming to the nature of the environment, particularly in terms of homogeneity and heterogeneity. Heterogeneity ഉള്ള ഒരു എൻവയോൺമെന്റ് ആണ്, വേരിയബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. ഹോമോജീൻ ആണ് എൻവയോൺമെന്റ് എങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഓർഗനൈസേഷൻ വിൽ ബി മോർ സിമിലർ. ഹോമോജിനസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണല്ലോ. സിമിലർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ആ ഒരു ടീഡിയസ് ജോബ് ഒഴിവായി കിട്ടും. കുറച്ച് ഇൻഫർമേഷനെ കളക്ട് ചെയ്താൽ മതിയായിരിക്കുള്ളൂ. കാരണം കസ്റ്റമേഴ്സോ ഏതാണോ ആ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ അത് ഹോമോജിനസ് ആണ്. ദാറ്റ് മീൻസ് സിമിലർ ആണ്. ഹെട്രോജിനസ് മീൻസ് എല്ലാം ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓരോ ക്യാരക്ടറും എടുത്ത് നമ്മൾ പഠിക്കേണ്ടി വരും. And then coming to the managerial philosophy. If the managerial philosophy is forward looking, managers tend to have long term orientation and they focus on getting more and more environmental information as compared to the managers belonging to organization believing in status quo. ഇപ്പൊ ഈ പോകുന്ന രീതിയിലൊക്കെ പോയാൽ മതി എന്നുള്ള നിലപാടാണ് മാനേജ്മെന്റിനെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്താൽ മതി. ബട്ട് ഇറ്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. ഒരുപാട് മുന്നേറാനുണ്ട്, ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട് എന്നതാണ് മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ ഒരുപാട് ഇൻഫർമേഷനും കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. And now let us discuss the various sources of environmental information. One of the important sources is the verbal information from the customers, suppliers, distribution channels and conferences and many other types of meetings also. And then coming to the second one, business espionage. Soliciting information confidentially from competitors, customers, their suppliers, employees, financiers, etc. പലപ്പോഴും അത് അൺഎത്തിക്കൽ ആയിട്ടാണ് പലരും ചെയ്യാറുള്ളത്. ബിസിനസിന്റെ കോമ്പറ്റീറ്റിംഗ് ഫേമിന്റെ കസ്റ്റമേഴ്സ്, അവരുടെ സപ്ലയേഴ്സ്, അവരുടെ എംപ്ലോയീസ്, അവരുടെ അടുത്തു നിന്നൊക്കെ അൺഎത്തിക്കൽ ആയിട്ടാണ് ഇൻഫർമേഷൻ അവര് ബ്രൈബ് ചെയ്ത് കളക്ട് ചെയ്യേണ്ടി വരും. എംപ്ലോയീസിനെ ബ്രൈബ് ചെയ്തിട്ടായിരിക്കുമല്ലോ അവരുടെ സീക്രറ്റ്സ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷൻ അറിയുന്നത്. അപ്പോൾ അത് പലപ്പോഴും അൺഎത്തിക്കൽ ആയിട്ടാണ് പോകാറുള്ളത്. എനിവേ ദാറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ദെൻ കമ്മിങ് ടു ദി മാർക്കറ്റ് റിസർച്ച് ഏജൻസീസ്. ഒരുപാട് ഏജൻസീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ദേ കളക്ട് റെലവന്റ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദി എൻവയോൺമെന്റ് ആൻഡ് സപ്ലൈ ദിസ് ടു ദെയർ ക്ലയന്റ്സ് on the basis of a fee charged. Then industry associations. They solicit information relating to an industry from the concerned association. There may be different industry associations in India and each of these keep records of the industry concerned. Then the publications. The organization may collect relevant information from various types of publications relating to the business operations. There are various such publications both in India and abroad.
And the last one is on research. നമുക്ക് തന്നെ അല്ലെങ്കിൽ ഓർഗനൈസേഷന് തന്നെ റിസർച്ചുകൾ നടത്താം to collect information which is not available from other sources. And then comes the approaches to environmental scanning. എൻവയൺമെന്റൽ സ്കാനിങ് അല്ലെങ്കിൽ എൻവയൺമെന്റൽ അനാലിസിസ് ചെയ്യേണ്ട രീതികൾ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ഇൻഫർമേഷൻ സിസ്റ്റമാറ്റിക്കലായിട്ട് എന്ന് വെച്ചാൽ ഒരു റെഗുലർ പീരിയഡിൽ അതങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാണ്. At particular intervals we are collecting information about all these factors. And the next is ad hoc approach. സ്പെസിഫിക് ആയിട്ട് വേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രം സ്പെഷ്യൽ സർവീസ് നടത്താം. ഓരോ സിറ്റുവേഷനും കണ്ടിൻജൻസി അറൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രം നമ്മൾ എൻവയൺമെന്റൽ ഫാക്ടേഴ്സിനെ പഠിക്കുക. സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ പീരിയഡിക് ആയിട്ടുള്ള ഒരു പഠനമാണല്ലോ, റെഗുലർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ അഡ്ഹോക് അപ്രോച്ചിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദാറ്റ് ഇസ് അഡ്ഹോക് അപ്രോച്ച്. Then coming to the processed form approach, already കളക്ട് ചെയ്ത ഇൻഫർമേഷൻ സെക്കൻഡറി ഇൻഫർമേഷൻ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷൻ എടുത്ത് പഠിക്കുമ്പോഴാണ് അത് പ്രോസസ്ഡ് ഫോം അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കുകയല്ല, പ്രോസസ്സ് ചെയ്ത് വെച്ച പബ്ലിഷ് ഒക്കെ ചെയ്ത ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എൻവയൺമെന്റൽ അനാലിസിസ് നടത്തുകയാണെങ്കിൽ വി ആർ ഫോളോയിങ് എ പ്രോസസ്ഡ് ഫോം അപ്രോച്ച്. So these are the 3 approaches to environmental scanning. And an important term in this regard is ETOP. That means Environmental Threat and Opportunity Profile. It is a depiction of the environmental factors and their impact on the organization. ഒരു ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യുന്ന എൻവയൺമെന്റൽ ഫാക്ടേഴ്സും അത് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന എഫക്ട് ഹൈയോ മീഡിയോ ലോ അത് കാണിക്കുന്ന ഒരു മെട്രിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിനെയാണ് നമ്മൾ ഈ ടോപ്പ് എന്ന് പറയുന്നത്, എൻവയൺമെന്റൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് profile. It is the most useful way of structuring the results of environmental analysis. നമ്മൾ കളക്ട് ചെയ്ത എൻവയൺമെന്റൽ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് പ്രസന്റ് ചെയ്യുന്ന ഒരു ഫോം ആണത്. എത്രത്തോളം ഓരോ ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് ഓർഗനൈസേഷൻ വരുന്നുണ്ട്, ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്, ഏതൊക്കെ രീതിയിലാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, ഹൈ ഇമ്പാക്ട് ആണോ മീഡിയം ഇമ്പാക്ട് ആണോ, അത് ഡെപ്പിക്ട് ചെയ്യുന്ന ആ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ എൻവയൺമെന്റൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി എൻവയൺമെന്റൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊഫൈൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രിപ്പറേഷൻ വേ, ദി പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ഐഡന്റിഫൈങ് ദി എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്. ഓരോ ഫാക്ടേഴ്സും എക്കണോമിക്, പൊളിറ്റിക്കൽ, അങ്ങനെ എല്ലാ ഫാക്ടേഴ്സിനും ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഓരോന്നും ഓരോ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ അസസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്. ഓരോ ഫാക്ടറും ഒരു ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ചിലതിന്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. അപ്പൊ ആ ഇമ്പോർട്ടൻസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ അതിനനുസരിച്ച് കാറ്റഗറൈസേഷൻ കൊടുക്കുക. Then assessing the impact factor. An environmental factor which is relevant may either present threats or provide opportunities depending upon the nature of the environmental factors and their behavior. Positive impact of a factor is opportunity and the negative impact is a threat. ഫാക്ടേഴ്സ് ഇമ്പാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റി ആണ്, നെഗറ്റീവ് ആയിട്ടാണ് ഇമ്പാക്ട് വരുന്നതെങ്കിൽ അത് ത്രെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പാക്ട് ഫാക്ടർ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ കമ്മിങ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് ഇമ്പാക്ട് ഫാക്ടർ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. കോമ്പിനേഷൻ ഓഫ് these two can give a clear picture of the industry sector if both the variables have been quantified. എന്നാലും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ, രണ്ടും നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യണം. ഇമ്പോർട്ടൻസും ഇമ്പാക്ട് ഫാക്ടറും നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യണം, ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഒരു രീതി പറ്റുള്ളൂ. And then these can be combined by multiplication. Such figures for various industry sector can be combined very easily. And this ETOP can be presented in 2 forms. Matrix formula, descriptive formula നമുക്ക് environmental threat and opportunities profile ഉണ്ടാക്കാം. In the case of matrix form, importance and impact of various factors are presented in a tabular form. Matrix form ആണെങ്കിൽ tabular ആയിട്ടാണ് നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നത് and quantified details ആണ് കൊടുക്കുന്നത്. But in the case of descriptive form, impact of various factors is described in terms of their being positive or negative. അപ്പൊ രണ്ട് ഫോം ഉണ്ട്, മെട്രിക്സ് ഫോമിലും നമുക്ക് പ്രസന്റ് ചെയ്യാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഫോമിലും പ്രസന്റ് ചെയ്യാം. മെട്രിക്സ് ഫോമിലാണെങ്കിൽ ടാബുലേറ്റ് ചെയ്ത് ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുകയാണ്, ഓരോ ഫാക്ടേഴ്സും ഇങ്ങനെ ഇമ്പാക്ട് വരുത്തുന്നുണ്ട് എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്ക്
പ്രൊഫൈൽ പ്രസന്റ് ചെയ്യാം. സോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എൻവയൺമെന്റൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ അനാലിസിസ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ വളരെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. ആൻഡ് ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് എൻവയൺമെന്റൽ അനാലിസിസ്. Thank you for watching this video. For more videos, you can subscribe the channel.